പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതമേറിയ നല്ല പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതവേളയിലും നിങ്ങളോടൊപ്പം പ്രഭാത ചിന്തകളുടെ ഒരു നല്ല ദിവസം പങ്കിടുവാൻ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത ചിന്തയ്ക്കായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നിൽ വസിപ്പി. ഇന്നത്തെ പ്രഭാതത്തിൽ വസിക്കുക എന്ന ഒരു പദം നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിശ്വാസി, വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇരിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വേദപുസ്തകം നാം വായിച്ച് പഠിച്ചാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തമതിയെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെയാണ് വസിക്കേണ്ടത്, അവരുടെ വാസസ്ഥലങ്ങൾ എവിടെയൊക്കെ ആയിരിക്കണം. സങ്കീർത്തനം 23:6 ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 9:11 സിയോനിൽ വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 91:1 അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ഒരു സ്ഥലം. ഇനി 113 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഉന്നതങ്ങളിൽ വസിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യം, 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യവും നാം വായിക്കുമ്പോൾ ക്രിസ്തുവിൽ വസിക്കുക എന്ന് കാണുവാൻ കഴിയും. ഇനി അടുത്തത് യോഹന്നാൻ 14:17 ക്രിസ്തുവിനോട് കൂടെ വസിക്കുക. എബ്രായർ 11:9 കൂടാരങ്ങളിൽ വസിക്കുക. സങ്കീർത്തനം 49:11 സ്വർഗീയ സ്ഥലങ്ങളിൽ വസിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒന്ന് വിവരിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ വസിക്കേണ്ട പ്രധാനമായ 8 ഇടങ്ങൾ ഞാനിവിടെ അറിയിച്ചുവെങ്കിലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതായ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവാലയത്തിൽ വസിക്കുക എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവാലയത്തിൽ എന്തുകൊണ്ടാണ് വസിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കൊരകപുത്രന്മാർ പറയുന്നത് യഹോവയുടെ മന്ദിരത്തെ ധ്യാനിപ്പാൻ, അതുപോലെ തന്നെ അതിൻ്റെ കാവൽക്കാരായിരിക്കാൻ, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാവൽക്കാരായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സങ്കീർത്തനം നാം വായിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുക. അപ്പം ദൈവാലയത്തിൽ വസിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ നേട്ടം അവൻ യഹോവയുടെ മനോഹരത്വം കാണുക എന്നുള്ളതാണ്. യഹോവയുടെ മനോഹരത്വം കാണുക, ദൈവത്തിൻ്റെ ആലയത്തിൽ രാപ്പകൽ ധ്യാനിച്ച് രാപ്പകൽ വസിക്കുക, യഹോവയുടെ മന്ദിരത്തിൻ്റെ കാവൽക്കാരനായി തീരുക, ഇതൊക്കെ ഒരു ശ്രേഷ്ഠ പദവിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇനി പുതിയ നിയമത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് കർത്താവ് പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ കുറിവാക്യവും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നിൽ
വസിപ്പീൻ എന്ന കർത്താവിൽ വസിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ വസിച്ചാലുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സ്വയമായി അവന് കായ്ക്കുവാൻ കഴിയാത്തതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ദൈവവൈതൽ അവൻ എന്തായി മാറുമെന്നറിയാമോ? അവൻ ആ കൊമ്പിൽ ഒരു നല്ല ഫലമുള്ളവളായി ആ വ്യക്തി ജീവിതം മാറുകയാണ്. അതുമാത്രമല്ല, കേവലം ഫലമല്ല, വളരെ ഫലം കായ്ക്കും എന്ന് നാം വായിക്കുന്നു. ഇനി അതിനേക്കാളൊക്കെ ഉപരി ഫലം കായ്ക്കുന്നൊരു വ്യക്തിക്ക് ക്രിസ്തുവിനെ പിരിഞ്ഞ് ഇരിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തുവുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധം ഈ വസിക്കുന്നതിൽ കൂടെ നാം നേടിയെടുക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം ഇവിടെ വർദ്ധിക്കണം. ദൃഢമായ ഒരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കുവാൻ കഴിയണം. ആകയാൽ ഈ പ്രഭാതത്തിലെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളലും സംഭവിക്കാത്ത നിലയിൽ ഓരോ ദിവസവും ദൃഢമായി മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. സകല നന്മകളാലും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. മാനവമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.